ഹലോ, ഇന്ന് മഷ്റൂം മെഴുക്ക് വരട്ടിയെന്നോ മഷ്റൂം മസാല എന്ന് പറയാം. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് കറിവേപ്പില ഇടുക, പിന്നെ തേങ്ങാക്കൊത്ത്, പിന്നെ അത് ചൂടായി കഴിയുമ്പോൾ കുറച്ച് വെളുത്തുള്ളി ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇഞ്ചി ഇട്ട് ഒന്ന് ഇളക്കുക, പച്ചമുളക് ഇടുക, ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ടിട്ട് ഇളക്കുക. ഇതിപ്പം ഞാൻ ഉണ്ടാക്കുന്നത് ചിപ്പിക്കൂണാണ് കേട്ടോ. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് അരിക്കൂൺ എന്ന് പറഞ്ഞൊരു കൂൺ കിട്ടുമായിരുന്നു, ഇഷ്ടംപോലെ പറമ്പുകളിൽ ഉണ്ടാകുമായിരുന്നു. അപ്പോൾ രാവിലെ അമ്മ വിളിച്ചെണീപ്പിക്കും, അരിക്കൂൺ ഉണ്ടായിട്ടുണ്ട് പറിച്ചിട്ട് വായോ എന്ന് പറയും. അത് പറിച്ചിട്ട് വരും. അതിൻ്റെ സ്വാദ് ഇപ്പോഴത്തെ കൂണുകൾക്കില്ല. ഇപ്പോഴത്തെ ഈ ചിപ്പിക്കൂണിനൊന്നും ഇല്ലെന്നാണ് എൻ്റെ ഒരു തോന്നൽ കേട്ടോ. അതാ ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്, പിന്നെ ഞാനതങ്ങനെ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് പൊടികളിടാം. മുളക് പൊടി ഇടാം. ഞാൻ അധികം മസാലകൾ ഇടുന്നില്ല കേട്ടോ. മുളക് പൊടി ഇട്ടു, കുറച്ച് പെപ്പർ പൊടി ഇട്ടു, പിന്നെ കുറച്ച് പെരിഞ്ജീരകം. ഈ 3 പൊടികളെ ഇടുന്നുള്ളൂ. പിന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി നന്നായിട്ട് ഇളക്കിയതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചിപ്പിക്കൂൺ ഇടുക. ചിപ്പിക്കൂൺ എന്ന് വെച്ചാൽ അങ്ങനെ വല്ലാതെ വെള്ളത്തിലിട്ട് കഴുകരുത് കേട്ടോ, അപ്പോൾ വല്ലാതെ അങ്ങോട്ട് കുഴഞ്ഞു പോകും. ഇനി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പ് പൊടിയിട്ട് നന്നായി മിക്സ് ചെയ്ത് തട്ടിപ്പൊത്തി വെക്കുക എന്ന് പറയും അല്ലേ, അങ്ങനെ വെക്കുക. വെള്ളമൊന്നും ചേർക്കണ്ട, അതിൽ നിന്നുള്ള വെള്ളം വരുമല്ലോ. അപ്പോൾ നമ്മുടെ മഷ്റൂം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പച്ചക്കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ സ്മെല്ല് ഇറങ്ങുമ്പോൾ നല്ലൊരു ഉണ്ടാവും. അത് ഇറക്കിയിട്ട് നമുക്കിനി അത് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ മഷ്റൂം റെഡിയാണ്. അപ്പോൾ നാളെ മറ്റൊരു വിഭവമായി കാണുന്നത് വരേക്കും ബായ്.